ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങളുടെ കൂട്ടുകെട്ടിൻ്റെ മാറ്റം ഉണ്ടാകണം. ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ, ഒരു കൂട്ടായ്മ ഉണ്ടാകണം. വിശ്വാസമുള്ള, ആശ്രയമുള്ള, പ്രത്യാശയുള്ള, സംഘർഷങ്ങളെ പ്രാർത്ഥന കൊണ്ട് ജയിക്കുന്ന, ദൈവത്തിൽ തന്നെ ഹൃദയത്തെ ഏകാഗ്രമാക്കി ജീവിക്കുന്ന അത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകണം. കടം വരുത്തി വയ്ക്കുന്നവർ, വീട്ടിൽ കലഹമുണ്ടാക്കുന്നവർ, എന്തിനും ഏതിനും പരാതി പറയുന്നവർ, ശാപവാക്കുകൾ പറയുന്നവർ, മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ, ഇങ്ങനെയുള്ളവരുടെ കൂടെ നടക്കരുത്.